Hello, hi dear friends. ഇന്നത്തെ നമ്മളുടെ കുക്കിംഗ് വ്ളോഗിൽ ഞാനൊരു മെനു പ്ലാനാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വീടുകളിൽ ചോറുണ്ണുന്ന ദിവസങ്ങളാണെങ്കിൽ എല്ലാ ദിവസവും ഒരു നേരം നമ്മൾ ചോറുണ്ണുമല്ലോ. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒരുപാട് കറികളൊന്നും വേണ്ട, നമുക്ക് ഉള്ള മിതമായ കാര്യങ്ങൾ വെച്ച് 2 കറി, അതാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു ഒഴിക്കുന്ന കറിയും ഒരു സൈഡ് ഡിഷും, അതിനോടൊപ്പം അച്ചാറ്, തൈര് മുതലായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ. അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള മെനു പ്ലാനാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. ആ കാര്യം ഇന്ന് എൻ്റെ വീട്ടിലെ മെനു ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് 2 കാര്യമാണ്. ഒന്ന് പച്ചത്തീയലും അതിൻ്റെ കൂടെ ഒരു കടല മസാല ഫ്രൈ. ഈ 2 കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുരിങ്ങയ്ക്ക ഉണ്ടോ എന്നെനിക്കറിയില്ല. ഉണ്ടെങ്കിൽ മുരിങ്ങയ്ക്കയും ചെറിയ ഉള്ളിയും ചേർത്ത് ചെയ്യുക പച്ചത്തീയൽ. അല്ലെങ്കിൽ ഏത് വെജിറ്റബിളാണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാളയിലും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇപ്പോൾ കയ്യിലുള്ളത് ഇപ്പോൾ വെള്ളരിക്ക, പടവലങ്ങ മുതലായ കാര്യമാണെങ്കിൽ അങ്ങനെ എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്യുക. കത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ എനിക്കിപ്പോൾ എന്തായാലും നമ്മുടെ മുരിങ്ങയിൽ 2-3-4 മുരിങ്ങയ്ക്ക കിടപ്പുണ്ട്, അത് പറിച്ചിട്ട് വരും. അതാണ് എൻ്റെ പ്ലാൻ. അത് കണ്ടിട്ടാണ് ഞാൻ പച്ചത്തീയലിന് ഇറങ്ങി തിരിച്ചത്. ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാത്തതിൻ്റെ ഒരു വിഷമം ഞാൻ ഇപ്പോഴാണ് സത്യത്തിൽ അറിഞ്ഞു തുടങ്ങുന്നത്. നമ്മളെല്ലാവരും ഇതൊരു പാഠമായിരിക്കട്ടെ. നമ്മളുടെ ഈ ഒരു ലോക്ക്ഡൗൺ ഡേയ്സ് നിർബന്ധമായി ഒരു കിച്ചൺ ഗാർഡൻ ഉണ്ടാക്കിയിരിക്കണം. ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാക്കും. ഇപ്പോൾ ദൈവാധീനം പോലെ എൻ്റെ മുരിങ്ങ എന്നെ ചതിച്ചിട്ടില്ല. ഇത് നോക്കിയാൽ കുറച്ച്, പിന്നെ മുരിങ്ങ എന്ന് പറഞ്ഞാൽ മുരിങ്ങയ്ക്ക മാത്രമല്ല, മുരിങ്ങയുടെ ഇല കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. കർക്കിടക മാസത്തിൽ മാത്രമേ ഉള്ളൂ ഇത് ഉപയോഗിക്കാൻ പറ്റാത്തത് ഇല, അല്ലെങ്കിൽ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിനെ പറിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് കുറച്ച് കുറഞ്ഞിരിക്കുവാണ്. എങ്കിലും എനിക്കെത്തുന്ന 2 നമുക്ക് എത്തുന്ന സ്ഥലത്തുള്ള 2 പറിച്ചേക്കാം. ഓക്കെ, ഇനിയുണ്ട് 1, 2, 3 ഇവിടെ ഉണ്ട്. ആ ഭാഗത്ത് 2 ഉണ്ട്. ഈ മുരിങ്ങ വലിയ പ്രശ്നമില്ല കേട്ടോ. ഇങ്ങോട്ട് ഇങ്ങനെ വലിച്ചാൽ അവനിങ്ങനെ കൂടെ വരും. ഇങ്ങനെ പറിക്കാം, പക്ഷെ സൂക്ഷിക്കണം. ടെറസിലാണ് നിൽക്കുന്നത്, താഴെ ഒന്ന് വീഴാൻ പാടില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പറിച്ചാൽ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് ഒരു വലുതും ഒരു ചെറുതും കിട്ടി, ധാരാളം. മുറ്റിയതാണോ പിഞ്ചാണോ എന്നൊക്കെ അറിയാം നമ്മൾ. ഓക്കെ, മതി, കുഴപ്പമില്ല, കറക്റ്റാണ്. അപ്പോൾ പച്ചത്തീയലിന് ഉള്ള മുരിങ്ങയ്ക്കായി ചെറിയ ഉള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തുടങ്ങാം. മുരിങ്ങയുടെ ഒരു ഭാഗം മുറിഞ്ഞ് താഴെ കിടക്കുന്നതിൽ കുറേ മുരിങ്ങയ്ക്കുണ്ട്. അത് വേണമെങ്കിൽ ആരെങ്കിലും സൺഷൈഡിൽ കയറുകയാണെങ്കിൽ പറിക്കാം. ഹലോ റോസി അപ്പം ചേട്ടാ അപ്പം എത്തും. മാറ, നമുക്ക് ജോലിയുണ്ട്. ഓക്കെ, നോ പ്ലീസ് ഗോ. അങ്ങനെ നമ്മളുടെ മുരിങ്ങയ്ക്ക കയ്യിലെത്തി. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിതൊന്ന് തൊലി ചുരണ്ടി കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കാം. ഇത് വളരെ ഓർഗാനിക്കാണ്. ഞാനിതിലൊന്നും ചേർക്കാറില്ല, വളം അങ്ങനെ പരിപാടിയൊന്നുമില്ല. ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. ഈ കട്ടി കുറഞ്ഞ ഭാഗം 2ആയിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല. കട്ടി ഉള്ള ഭാഗം 2ആക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ നാര് പോലെ ഇങ്ങനെ വരുള്ളൂ. അതിനെ ഇങ്ങനെ മാറ്റിയാൽ മതി. ഇതൊക്കെ 2ആക്കാം. കറക്റ്റാട്ടോ, പിഞ്ചാണ്, കുഴപ്പമില്ല, മുറ്റിയിട്ടൊന്നുമില്ല. വാഷ് ചെയ്യുന്നത് നമ്മളെല്ലാം കട്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കേ, കുറച്ച് വെള്ളം കൂടി കൊണ്ടുവന്ന് എന്താ അറിയോ, കുറച്ച് പുളി വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം. നമ്മുടെ വാളൻ പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലെടുക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. കുതിർന്നിരിക്കട്ടെ. നമുക്ക് പച്ചത്തീയലിന് ആവശ്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി അരിയാനുണ്ട്. കൊച്ചുള്ളി അതൊരു 10 മുതൽ 15 വരെ ഉള്ളതുപോലെ. ഇനി അഥവാ ചെറിയ ഉള്ളിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, സവാള ചേർത്താലും മതി. കൊച്ചുള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ. കുറവാണെങ്കിൽ ഒരു 5 ചെറിയ ഉള്ളിയും ഒരു സവാളയും കൂടി ആയാലും മതി. ഇങ്ങനെ നീളത്തിന് മുറിച്ചാൽ മതി. ഒരുപാട് തിന്നാവണമെന്നില്ല. ഇനി 2 പച്ചമുളകും കൂടി മുറിക്കും. 2ആയിട്ട് മുറിച്ചിട്ട് വലുതാണെങ്കിൽ ഒന്നുകൂടിയാണ്. ഓക്കെ, ഒരു വലുതും ഒരു ചെറുതും. ശരി, ഇനി ഒന്നും ചെയ്യാനില്ല. നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ബാക്കി കലാപരിപാടികൾ ഇതെല്ലാം ഒന്ന് വേവിക്കാനായിട്ട് ഇടാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് അരപ്പ് അരയ്ക്കാം. ദേ നോക്കിക്കോളൂ,
ചെറിയ ഉള്ളിയും മുരിങ്ങാക്കായും പച്ചമുളക്. ഇതിനകത്തേക്ക് 2 കപ്പ് വെള്ളം, വേകാൻ ആവശ്യമായ വെള്ളം, പിന്നെ ഒരു 3 കരിയും കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആൻഡ് മല്ലിപ്പൊടി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആകാം. മുളക് പൊടി ഇഷ്ടത്തിന് ചേർക്കാം, എങ്കിലും ഒരു 1.5 ടീസ്പൂൺ വരെ ആകാം. പിരിയൻ മുളക്, 2 പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഒരു 3/4 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. മുളക് പൊടിയുടെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം, എങ്കിലും ഒരു 3/4 ടീസ്പൂൺ മതിയെന്ന് എനിക്ക് തോന്നുന്നു. മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി ഇളക്കി കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. ഇനി വേവിക്കാം. ഓക്കെ, അടുപ്പ് കത്തുന്നുണ്ട്. ഇതിന് വേകുന്നവരെ കിടക്കട്ടെ. ഈ സമയം എനിക്ക് വേറൊരു ജോലിയുണ്ട്, അത് ചെയ്യാം. അടുപ്പ് നമുക്ക് കുറച്ച് തേങ്ങ അരച്ച് വയ്ക്കാം. തേങ്ങ അരയ്ക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ഇച്ചിരി നല്ല ജീരകം, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ട്, ഇത്രയും, ഒരുപാടൊന്നും വേണ്ട. അതിൻ്റെ കൂടെ തേങ്ങ. ഈ അരാനുള്ളത് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ ആയാലും മതി കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റ് എത്ര ഇഷ്ടം അത്രയും. ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ പച്ചത്തീയലായതുകൊണ്ട് പിന്നെ വറുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ച്, മഷി പോലെ അല്ലെങ്കിൽ പേസ്റ്റ് പോലെ. കുറച്ചുകൂടി അരയാനുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം ഇങ്ങനെ മിക്സി ഉപയോഗിച്ചപ്പോൾ എൻ്റെ ഫിംഗേഴ്സ് വെച്ച് ഇങ്ങനെ ഇളക്കി. അത് എന്നോട് കുറേ പേര് കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു വെരി ഡേഞ്ചറസ്, ചെയ്യരുതെന്ന്. വെരി ട്രൂ, എനിക്ക് പറ്റിയ അബദ്ധമാണ്, ചെയ്യാൻ പാടില്ല, സത്യമാണ്. നമ്മൾ സ്പൂൺ വെച്ച് തന്നെ ഇളക്കണം. യെസ്, റെഡി. അരഞ്ഞു നന്നായിട്ട്. പേസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ, മിക്സിയിൽ തന്നെ വെച്ചേക്കാം. പിന്നെ ഓക്കെ, ഇപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കയും ഉള്ളിയൊക്കെ പാകത്തിന് വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഇച്ചിരി നമ്മൾ പുളി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ, അത് കുതിർന്നിരിക്കുക, അത് പിഴിഞ്ഞൊഴിക്കുന്നു, അത്രേ ഉള്ളൂ. പുളിയും ചേർത്തു. ഇനി എന്താ നെക്സ്റ്റ്, പുളിയിൽ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ആ പുളിയും കൂടി കഷ്ണങ്ങളൊക്കെ പിടിക്കും. ഉപ്പ് ചേർത്തതാണ്, എങ്കിലും അവസാനം ഇച്ചിരി കൂടി വേണ്ടി വരും. ഇനി എന്താണെന്ന് വെച്ചാൽ നല്ലൊരു തിള വരട്ടെ. പുളി ചേർത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഒരു 5 മിനിറ്റ് തിളക്കട്ടെ. അപ്പോൾ ഇച്ചിരി നേരമായിട്ട് ഒരു 5 മിനിറ്റായിട്ട് തിളയ്ക്കുവാണ്. ഞാൻ തീ കുറച്ചു. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച് മഷി പോലെ അരച്ച് തേങ്ങാ പേസ്റ്റ് ചെറിയ തീയിലാണ് മതി. അങ്ങനെ മിക്സി കഴുകിയ വെള്ളം, അപ്പോൾ ഇതൊരു ഒഴിച്ചുകറി പോലെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഒഴിച്ച് കഴിക്കാനായിട്ട്. പച്ചത്തീയൽ, അപ്പോൾ ഇച്ചിരി ലൂസായിട്ടുള്ളൊരു കറി, ഒരുപാട് തിക്കായിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച ചുവ മാറിയാൽ മതി. അപ്പോൾ ചെറിയ തീയിൽ കിടന്നിട്ട് ഒരു തിള വരിക, അത്രേ ഉള്ളൂ. ഇനി ഇതിൽ താളിച്ചു ഒഴിക്കണം, അതാണ് ലാസ്റ്റ്. നോക്കിക്കോളൂ. അപ്പോൾ ഇത്ര എരിവ് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച്, ഇപ്പോൾ മുളക് പൊടി ഞാൻ 1.5 ടീസ്പൂണല്ലേ ചേർത്തുള്ളൂ, വേണമെങ്കിൽ 2 2.5 ആകാം. പിന്നെ പച്ചമുളകിൻ്റെ അളവും വേണമെങ്കിൽ കൂട്ടാം, നിങ്ങളുടെ ഇഷ്ടം. കൊള്ളാം കേട്ടോ, ഞാൻ ഒഴിച്ച് കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. റിയൽ ടേസ്റ്റ് വരണമെങ്കിൽ താളിച്ചും കൂടി ഒഴിക്കണം. പച്ചത്തീയൽ ഇപ്പോൾ റെഡി ആയിക്കഴിഞ്ഞു. ചെറിയ തീയിലിട്ടിരിക്കുമായിരുന്നു. ഓക്കെ, തിളച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് താളിച്ചിടണം. താളിച്ചിടുന്നതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കടുക്, പച്ചമുളക്, കറിവേപ്പില പ്ലസ് ഒരു 2 ചെറിയ ഉള്ളി വട്ടത്തിനരിഞ്ഞ്, ഒരെണ്ണം ആയാലും മതി, ഖനം കുറച്ച് വട്ടത്തിനരിഞ്ഞ് അതും കൂടി വറുത്തിടും. പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. പച്ചത്തീയൽ അടുപ്പിൽ നിന്ന് ഞാൻ മാറ്റട്ടെ. നല്ല വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് താളിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കടുക്, പിന്നെന്താ, കടുക് പൊട്ടി തുടങ്ങിയിട്ട് നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ലാസ്റ്റ്, അതായിരിക്കും നല്ലത്. ഇനി പെട്ടെന്ന് തന്നെയാണ് മൂക്കാൻ പോണേ. കറിവേപ്പില ചേർക്കാം. ആയിക്കഴിഞ്ഞു. ആഹാ, എന്തൊരു മണമാണ് ഇങ്ങനെ ഇടുമ്പോൾ.
നൈസ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴാണ് പച്ചത്തീയലായത്. നല്ല മണവും രുചിയൊക്കെ ഉണ്ടാവും. ഇതാണ് ചോറിലൊഴിച്ച് കഴിക്കുമ്പോൾ ഇങ്ങനെ മീൻ ചാറ് ഒഴിച്ച് കഴിക്കുന്ന പോലെ ഇരിക്കും. അത്ര ടേസ്റ്റാണ്. ഇതിലേത് പച്ചക്കറി ഇട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യം എന്താണോ ഉള്ളത് അത് പാത്രത്തിലേക്ക് മാറ്റാം. പച്ചത്തീയലിനെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എക്സലൻറ്റ്. സ്വന്തമായി പറയുകയാണ് എക്സലൻറ്റ്. ഇത് ഞാൻ താഴത്തേക്ക് കൊടുത്തുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ ഭാഗമാകും ഇത്. മീൻകറി കഴിച്ച പോലെ ഇരിക്കുന്നു. ഇത് ചോറിലേക്ക് ഒഴിച്ച് നല്ല ചൂട് ചോറിലൊഴിച്ച് കഴിച്ച് നോക്കും. ഇത് മാത്രം മതി സത്യം പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു കറിയും കൂടി ആകാം. ഒരു ഒഴിക്കുന്ന കറിയും ഒരു സൈഡ് ഡിഷല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് 2-3 കാര്യങ്ങളുണ്ട്. കടല എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇപ്പോൾ കിട്ടുന്ന സമയമാണ്. കടലയൊക്കെയല്ലേ നമ്മളുടെ കയ്യിൽ കൂടുതലായിട്ടും കാണുള്ളൂ. കടല, പയർ, പരിപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതിപ്പോൾ 1 കപ്പ് കടല ഞാൻ വെള്ളത്തിൽ കുതിർത്തൊരു 6 to 8 hours. എന്നിട്ട് നമ്മൾ കടലക്കറിക്ക് ചെയ്യുന്ന പോലെ പുഴുങ്ങിയെടുത്തു. അതായത് കുക്കറിൽ ഒരു ഫുൾ വിസിൽ, നല്ല തീയിൽ. അത് കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ട് 2 വിസിൽ. അത് കഴിയുമ്പോൾ കറക്റ്റാണ്. ഇച്ചിരി ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. തേങ്ങ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. നമ്മൾ ഈ ബീഫിലൊക്കെ ഇടുന്ന പോലെ ഉലർത്താനായിട്ടിടില്ല അതുപോലെ. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മുതലായ കാര്യങ്ങൾ. ഓക്കെ, ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിയണം. 1 സവാളയും. ഇത്രയാണ് ഇനി ചെയ്യാനുള്ളത്. അതിനെ പെട്ടെന്ന് അരിയാം. അപ്പോൾ ഏതാണ്ട് എല്ലാം അരിഞ്ഞ് കഴിഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അരിഞ്ഞ് കഴിയുമ്പോൾ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതൊക്കെ ഓരോ ടേബിൾ സ്പൂണൊന്നും വേണമെങ്കിൽ വെക്കാം. ഓക്കെ. പിന്നെ ഇതൊരു ബീഫ് ഉലർത്ത പോലെയാണ് ഞാൻ ചെയ്യാൻ പോണേ. നമുക്ക് ബീഫൊന്നും ഇല്ലല്ലോ. അപ്പോൾ ബീഫ് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. നമുക്ക് നല്ലൊരു കടല വെച്ചൊരു ഉലർത്തിയതുണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം. അതല്ലെങ്കിൽ ദോശയുടെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. എന്താണെങ്കിലും കുഴപ്പമില്ലല്ലോ. പക്ഷേ ഒരു ഡ്രൈ ടൈപ്പ് ഓഫ് ഐറ്റം ആയിരിക്കും. നല്ല സ്പൈസി ആയിട്ട് ചെയ്യാം. കുറച്ച് എണ്ണ, നമുക്കിതെല്ലാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാമല്ലേ, അതാണ് നല്ലത്. അതിനകത്തേക്ക് നമുക്ക് ആദ്യം ഒന്ന് താളിക്കാം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. 1 ടീസ്പൂൺ കടുക്, വറ്റൽമുളകും, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങയുടെ കഷ്ണങ്ങളും കൂടി ചേർക്കാം. ഇതെല്ലാം ഉള്ളതുപോലെ ഇല്ലെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി ഈ തേങ്ങയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഉള്ളിയും കൂടി ചേർക്കാം. അതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഈ സമയം കൊണ്ട് എന്താ ചെയ്യാൻ പോണേ, ഈ പൊടികളുടെ കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കട്ടെ. നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെന്താ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ആൻഡ് കുരുമുളക് പൊടി. ഇത്രയും കാര്യങ്ങൾ അടുപ്പിക്കാം. ഇനി ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് നമുക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമാണ്. എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെ. പിന്നെ നമുക്ക് ഉള്ളി ചേർക്കാതെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നിൽക്കുകയാണെങ്കിലേ എളുപ്പമല്ലേ. ഇപ്പോൾ 1 സവാളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതേ കളറെല്ലാം മാറി തുടങ്ങി, കണ്ടല്ലോ, ബ്രൗൺ ആകുന്നു. ഇനി ഈ സ്റ്റേജിൽ തീ ഒന്ന് കുറയ്ക്കട്ടെ. 1 by 1 കാര്യങ്ങളിടാം. അതായത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ബിരിയാണി മുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ. ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അതുപോലെ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ 2 കാര്യങ്ങൾ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ.
ഇത് ബീഫ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന മാതിരിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നല്ല ലാവിഷായിട്ട് ചേർക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല ഇളക്കാം. അപ്പോൾ ഈ മുളകിൻ്റെ പാത്തെല്ലാം നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ ചോറിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ടല്ലേ ചെയ്യുന്നത്, ഇറച്ചിക്ക് പകരം. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി എരിവൊക്കെ ഇരിക്കട്ടെ വിചാരിച്ചു. അപ്പോൾ കുരുമുളക് പൊടി, മുളക് പൊടി എല്ലാം ഉണ്ട്. പച്ചമുളക് ഒരെണ്ണം അരിഞ്ഞ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് വേണമെങ്കിൽ അത് ഇച്ചിരി കുറയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇപ്പോൾ ചുറ്റുവേക്കം മാറിയല്ലോ. നല്ല ചൂടല്ലേ, അതുകൊണ്ട് ഫാസ്റ്റായിട്ട് തന്നെ കാര്യം നടക്കും. ഉപ്പ്, അതായത് ഒരല്പം ഉപ്പ് ഇതിനകത്ത് ചേർക്കാം. കടല ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത്, എങ്കിലും ഈ കാര്യങ്ങൾക്ക് ഇച്ചിരി ഉപ്പ് വേണം. ഒരല്പം മസാലയ്ക്കുള്ള ഉപ്പ് റെഡി. ഇനി ഇതിനകത്തേക്ക് വേവിച്ച കടല ഇട്ടാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കടല വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അല്പം ഒന്ന് ചേർത്ത്, അല്പം എന്ന് പറഞ്ഞാൽ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി, അത്ര ആവശ്യമുള്ളൂ. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി ഇതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കും, അത്ര ആവശ്യമുള്ളൂ. റെഡി. ഓൾമോസ്റ്റ് കഴിഞ്ഞല്ലോ. തീ ഓഫ് ചെയ്യാൻ പോകുന്നു. നോക്കിക്കോളൂ, എല്ലായി. മസാല ഇങ്ങനെ കുറച്ച് പൊടിഞ്ഞിരിക്കുന്ന പോലെ കണ്ടില്ലേ എല്ലായിടത്തും. ഉപ്പൊക്കെ നോക്കിയിട്ട് പൊടിഞ്ഞ് ചേർക്കാമല്ലോ. ഓക്കെ, അങ്ങനെ സ്പൈസി നല്ലൊരു കടല മസാല ഫ്രൈ. സ്പൈസി കാര്യങ്ങളൊക്കെ റെഡിയല്ലേ. ഇനി ഞാൻ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഇനി നമ്മളുടെ കടല മസാല ഫ്രൈ, അല്ലെങ്കിൽ കടല തേങ്ങാക്കൊത്ത് ഉലർത്ത്, ബീഫ് ഉലർത്തെന്ന് പറയുന്ന പോലെ കടല ഉലർത്ത്. ഓക്കെ, അത്യാവശ്യം നല്ല എരിവുള്ള കാര്യമാണ്. ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പോലെ വെരി ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ സെലക്ഷൻ ഓഫ് ഒരു മീൽ കോംബോ എങ്ങനെയുണ്ട്? നല്ല മീനിൻ്റെ രുചിയുള്ള ഒരു പച്ചത്തീയലും ബീഫിൻ്റെ അല്ലെങ്കിൽ മട്ടൺ ഉലർത്തിൻ്റെ രുചിയുള്ള ഒരു കടല. നല്ല സ്പൈസി, പെർഫെക്റ്റ്. സമീകൃത ആഹാരമാണ് ഇത്, നിറച്ച് പ്രോട്ടീനുമാണല്ലോ. എല്ലാം മുരിങ്ങയ്ക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലതാണ്. ഇതിൻ്റെ കൂടെ ചോറും, നല്ല ചോറും, പിന്നെ തൈരും അച്ചാറും. തൈരില്ലെങ്കിലും കുഴപ്പമില്ല, അച്ചാറുണ്ടായാലും മതി, കഴിക്കാം. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ മെനു ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു മെനു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കുറേ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് സാധാരണക്കാർക്ക് പറ്റിയ സിമ്പിളായിട്ടുള്ള കടല, പയർ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ചേച്ചി കുറച്ച് ഐറ്റം കാണിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ സാധാരണക്കാരെന്നുള്ളൊരു ഡെഫിനിഷൻ ഇപ്പോൾ ഇല്ല. എല്ലാവരും സാധാരണക്കാരാണ്, എല്ലാവർക്കും സിമ്പിൾ മെനു മതി. ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ എത്ര പൈസ ഉള്ളവരാണെന്ന് പറഞ്ഞാൽ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, കടയിൽ പോയി വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ മറുപടി തരണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. അപ്പോൾ നമ്മളുടെ ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ട് മനസ്സ് പോസിറ്റീവാക്കി വെച്ചിട്ട് മുന്നോട്ട് പോവുക. എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ശരിയാകട്ടെ. അപ്പോൾ സ്റ്റേ സേഫ്.